ഹായ് കൂട്ടുകാരെ, ആദം വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മീൻകറിയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ചാള കിട്ടിയിട്ടുണ്ട്. അതിനെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചാള വെട്ടിയപ്പോൾ നല്ല പനിയിൽ കിട്ടി കേട്ടോ. അതിനെ ഒന്ന് തോരനാക്കണം. പനിയിൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ നമുക്ക് അതിനകത്ത് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കടുക് വറുക്കാനൊക്കെ ഉണ്ട്. പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവ. ഇത്രയാണ് ഞാൻ അതിന് വേണ്ടി എടുത്തേക്കുന്നത്. പിന്നെ പുളി വേണം ആവശ്യത്തിന് കേട്ടോ. അപ്പോൾ അത് ഇത്രയും കൂടെ എടുത്ത് റെഡിയാക്കി മാറ്റി വെക്കാം. അതിനുശേഷം ചട്ടി അടുപ്പത്ത് വെക്കാം. ഞങ്ങൾക്ക് ഉച്ചക്കലത്തേനുള്ള തോരനാണ് കേട്ടോ, ബീട്രൂട്ട് തോരനാണ് അത്. അപ്പോൾ അതോടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചട്ടി ചൂടായ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. കടുകും ഞാൻ അതിൻ്റെ കൂടെ ഉലുവയും കൂടെ പൊട്ടിച്ചെടുക്കുക. ഉലുവ പൊടിയാണ് ഞങ്ങൾ ചേർക്കുന്നത്. ഈ പൊടി തീർന്നു പോയതുകൊണ്ട് ഞാനിവിടെ ഉലുവ പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഉലുവയും കടുകും കൂടെ പൊട്ടി വരുമ്പോഴത്തേന് അതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ചെറിയൊരു ചുവന്ന നിറം ആകുമ്പോഴത്തേന് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനകത്ത് കറിവേപ്പില ഇട്ടില്ല കേട്ടോ. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, അതൊന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. അതിനകത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ആ പൊടികളെല്ലാം കൂടെ അതിലോട്ട് ഇട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇവിടെ നല്ലപോലെ എരിയും പുളിയൊക്കെ വേണം കേട്ടോ. അതുപോലെ നല്ല ചാറ് രീതിയിലാണ് വെക്കുന്നത്. ചാറൊക്കെ എല്ലാവർക്കും വേണം. അതുകൊണ്ട് അത്രയും മുളക് പൊടിയൊക്കെ എടുത്തേക്കുന്നത്. ഇതിനകത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കലക്കി പുളിയും ഉപ്പും കൂടി ചേർത്ത് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് പുളിയും ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനത് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് എടുക്കാൻ മറന്നുപോയി. വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുന്നത് ഉപ്പ് ഇട്ട് കൊടുത്ത് അടച്ച് തിളപ്പിക്കാം. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുക. നല്ല മുഴുത്ത ചാളയായിരുന്നു കേട്ടോ. അപ്പോൾ ചാളയെല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് റെഡി ആകട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്തേക്കണം. എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിൽ നല്ല മീൻകറിയാണ്. ഞാനിവിടെ അധികം വറ്റിക്കാതെ എടുത്തേക്കുന്നത്. ഇവിടെ എല്ലാവർക്കും വറ്റിക്കാതെ കുറച്ച് ചാറൊക്കെ ആവശ്യമായതുകൊണ്ട് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.